സുഹൃത്തുക്കളെ, 2016 ആത്മഹത്യ ചെയ്ത ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി രോഹിത് വേമുല, രോഹിത്തിൻ്റെ ആത്മഹത്യയ്ക്ക് കാരണമായ വിഷയങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് തെലങ്കാന പോലീസ് കോടതിക്കൊരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. സമീപകാലത്താണ് അതിൻ്റെ വാർത്ത പത്രത്തിൽ വന്നത്. രോഹിത്തിനെ അവിടുത്തെ സർവകലാശാലയിൽ നിന്ന് പുറത്താക്കിയ ശിക്ഷാ നടപടികൾ, സ്റ്റൈപ്പൻഡ് നിർത്തലാക്കിയത്, സംഘപരിവാർ ശക്തികളുടെ ഭാഗത്ത് നിന്ന് ABVP-കാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ, അതുപോലെ തന്നെ കേന്ദ്ര മന്ത്രിസഭയിലെ മന്ത്രിമാർ ഇടപെട്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല ആത്മഹത്യക്ക് കാരണമായിരിക്കുന്നത്. നേരെ മറിച്ച് വ്യക്തിപരമായിട്ടുള്ള പല വിഷയങ്ങളും ആകാം. അതിലൊരു പ്രധാന വിഷയം താനൊരു ദളിതനല്ല എന്നുള്ള സത്യം പുറത്തു വരുമെന്നുള്ള ഭയവുമാകാം എന്നൊക്കെയാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ആ റിപ്പോർട്ടിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു പ്രമുഖ ഇംഗ്ലീഷ് പത്രം, ഭരണവർഗ പക്ഷം പിടിക്കുന്നൊരു പത്രം തന്നെയാണത്. ആ പത്രം പോലും ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. രോഹിത്തിൻ്റെ ആത്മഹത്യയ്ക്ക് കാരണമായ സാഹചര്യങ്ങളെക്കുറിച്ചുള്ളൊരു അന്വേഷണമല്ല വാസ്തവത്തിൽ നടന്നിരിക്കുന്നത്. നേരെ മറിച്ച് രോഹിത് വേമുല ഒരു ദളിതനല്ല എന്ന് തെളിയിക്കാനായിട്ടുള്ള പരിശ്രമമാണ് അതിൻ്റെ ഉടനീളം കാണുന്നത്. ആ റിപ്പോർട്ട് വായിച്ചാൽ നമുക്കത് ബോധ്യമാവും. രേഖാപരമായിട്ട് അത് തെളിയിക്കാനാണ് ആ റിപ്പോർട്ട് പാടുപെട്ടിരിക്കുന്നത്. രോഹിത്തിൻ്റെ അമ്മ ഒരു ദളിത് സ്ത്രീയാണ്. പക്ഷേ അത് മറച്ചു വെച്ചുകൊണ്ട് അവരെ ഒരു പിന്നോക്കക്കാരിയായിട്ടാണ് ആ റിപ്പോർട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ രോഹിത്തും ഒരു പിന്നോക്കക്കാരനാണ്, ദളിതനല്ല എന്ന് വാദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നീട് കോളേജിൽ പഠിക്കുന്ന സമയത്തും മറ്റുമൊക്കെ രോഹിത്തിനെ SC ആയിട്ട്, ദളിതനായിട്ട് പ്രവേശിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ജാതി സർട്ടിഫിക്കറ്റ് നൽകിയതൊക്കെ തന്നെ നിയമവിരുദ്ധമായ കാര്യങ്ങളാണെന്നും പറഞ്ഞുകൊണ്ട് ആ റിപ്പോർട്ടുകളൊക്കെ വളരെ മുമ്പ് തന്നെ റദ്ദാക്കിയിട്ടുണ്ടായിരുന്നു. ആ സർട്ടിഫിക്കറ്റുകൾ മുമ്പ് തന്നെ റദ്ദാക്കിയിട്ടുണ്ടായിരുന്നു. വസ്തുത അല്ല, അതല്ല എന്ന് വ്യക്തമാക്കുന്ന പല റിപ്പോർട്ടുകൾ അന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു പ്രമുഖ ഭരണവർഗ പത്രമായിട്ടുള്ള ഹിന്ദുസ്ഥാൻ ടൈംസിൽ വന്ന റിപ്പോർട്ട് പ്രകാരം വളരെ കൊച്ചുകുട്ടിയായിരുന്നപ്പോഴാണ് രോഹിത്തിൻ്റെ അമ്മയെ ഒരു പിന്നോക്കക്കാരിയായിട്ടുള്ള സ്ത്രീ ദത്തെടുക്കുന്നത്. പിന്നീട് അവരുടെ ജാതിയിൽപ്പെട്ട വേറൊരു വ്യക്തിക്ക്, ഒരു ആൾക്ക് അവർ വിവാഹം കഴിച്ചു കൊടുക്കുന്നു. അതിലുണ്ടായ കുട്ടികളാണ് ഇവർ, രോഹിത്തും സഹോദരിയും അനിയനുമൊക്കെ. അപ്പോൾ ഒരു മിശ്രവിവാഹത്തിൻ്റെ സന്തതികളാണ് അവർ. പക്ഷെ പിന്നീട് ഈ വ്യക്തി, രോഹിത്തിൻ്റെ അച്ഛൻ, അവരുടെ അമ്മയെ നിരന്തരമായിട്ട് പീഡിപ്പിക്കാറുണ്ടായിരുന്നു. അത് സഹികെട്ട് അവർ അവസാനം അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. കുറച്ച് നാൾ ഈ പറയുന്ന ദത്തെടുത്ത സ്ത്രീയുടെ കൂടെയാണ് താമസിച്ചത്. പക്ഷെ പിന്നീട് അവർ ഒറ്റയ്ക്കും താമസിച്ചു. ആ കാലത്തൊക്കെ അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങിയതിന് ശേഷം അവരുടെ സ്വന്തം ജാതി, അതായത് യഥാർത്ഥത്തിൽ ഏത് ജാതിയിൽ നിന്നാണ് താൻ ജനിച്ചത്, ആ ജാതി, മാലാ ജാതി എന്ന നിലയ്ക്ക്, ദളിത് ജാതി എന്ന നിലയ്ക്കാണ് ജീവിച്ചിട്ടുള്ളത്. ഇതൊക്കെയാണ് എൻ്റെ വസ്തുത. ആ വസ്തുത എന്തുമാകട്ടെ, ഇവർ ഈ പറയുന്ന രേഖാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, പോലീസ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന രേഖാപരമായ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് തന്നെ നമ്മൾ ധരിക്കുക. പക്ഷെ അങ്ങനെയാണോ ആ വിഷയത്തെ പരിശോധിക്കേണ്ടത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സ്വയം ആരായിട്ടാണ് രോഹിത് വേമുല തന്നെ മനസ്സിലാക്കിയിരുന്നത്? ആരായിട്ടാണ് രോഹിത് വേമുലയോട് സമൂഹം പെരുമാറിയിരുന്നത്? ഒടുവിൽ ആത്മഹത്യ ചെയ്ത ഹൈദരാബാദ് സർവകലാശാലയുടെ അധികാരികൾ, അവിടെയുള്ള ABVP-യുടെ സംഘപരിവാർ ശക്തികൾ, ഇവരെല്ലാം തന്നെ രോഹിത്തിനെ
എങ്ങനെയാണ് കണ്ടിരുന്നത്? വളരെ വ്യക്തമായിട്ടും ഉത്തരം വന്നുണ്ട്, ദളിതനായിട്ട് തന്നെയാണ്. സ്വയം അങ്ങനെ തന്നെയാണ് രോഹിത് തന്നെ തിരിച്ചറിഞ്ഞിരുന്നത്. അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷനിലെ സജീവ പ്രവർത്തകനായിരുന്നു രോഹിത്. ജാതീയമായിട്ട് അനുഭവിക്കേണ്ടി വരുന്ന അവഹേളനങ്ങളെക്കുറിച്ച് തൻ്റെ കൂട്ടുകാരനൊക്കെയായിട്ട് നിരന്തരം സംസാരിച്ചിരുന്നതായിട്ട് ആ കൂട്ടുകാരൻ തന്നെ പറയുന്നുണ്ട്. ഒരു ദളിതനായി കണ്ടുകൊണ്ട് തന്നെയാണ് രോഹിത്തിനെയും അയാളുടെ സുഹൃത്തുക്കളെയും ഭരണവർഗങ്ങൾ വേട്ടയാടിയിരുന്നത്, അവരുടെ സംഘടനകളൊക്കെ വേട്ടയാടിയിരുന്നു. അപ്പോൾ ഈ യാഥാർത്ഥ്യത്തിന് ആണോ നമുക്ക് മുൻതൂക്കം കൊടുക്കേണ്ടത്? അത് രേഖാപരമായിട്ടുള്ള ഇത്തരം വാദഗതികളെയാണ്. രോഹിത്തിൻ്റെ ആത്മഹത്യയെ തുടർന്ന് SC/ST വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ആണ് ഇവരിത് ചെയ്തിരിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നൽകിയൊരു കമൻറ്റിൽ പറയുകയുണ്ടായി, ആൾക്കാരെ അപ്രത്യക്ഷമാക്കുക എന്നുള്ളത് ഇവിടുത്തെ പോലീസിൻ്റെ സ്ഥിരം പരിപാടിയാണ്. തങ്ങൾക്ക് അനഭിഹിതരായിട്ടുള്ള, തങ്ങൾക്ക് എതിരെ നിൽക്കുന്ന വ്യക്തികളെ അവർ അപ്രത്യക്ഷമാക്കാറുണ്ട്. ഇവിടെ ഇപ്പോൾ രോഹിത്തിനെയും അവർ അപ്രത്യക്ഷമാക്കിയിരിക്കുകയാണ്. അയാളുടെ സ്വത്വത്തെ തന്നെയാണ് അപ്രത്യക്ഷമാക്കുന്നത്. ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അയാളെ സ്വയം മരിക്കാൻ അയാളെ നിർബന്ധിച്ചു. വാസ്തവത്തിൽ അതൊരു കൊലപാതകം തന്നെയാണത്. അത് പോരാഞ്ഞിട്ട് അയാളുടെ സ്വത്വത്തെ തന്നെയാണ് അവരിപ്പോൾ അപ്രത്യക്ഷമാക്കിയിരിക്കുന്നത്. കൂടാതെ ആർക്കെതിരെയാണോ ഈ അക്രമം നടന്നത് ആ വ്യക്തി തന്നെ ഇപ്പോൾ കുറ്റക്കാരനായിരിക്കുകയാണ്. കാരണം ഈ പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് താനൊരു ദലിതനല്ല എന്നുള്ള സത്യം പുറത്തു വരും, കള്ള സർട്ടിഫിക്കറ്റ് നൽകിയിട്ടാണ് താൻ പ്രവേശനം നേടിയത് എന്നുള്ള വസ്തുതകളൊക്കെ പുറത്തു വരും എന്നുള്ള ഭയപ്പാടും ഈ ആത്മഹത്യക്ക് കാരണമായിട്ടുണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ഭരണവർഗങ്ങൾ, ബ്രാഹ്മണ്യം അതിൻ്റെ ജാതീയമായിട്ടുള്ള ആക്രമണം നടത്തുന്നു. രോഹിത്തിൻ്റെ ജാതി അല്ല വിഷയം എന്നവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ജാതി തന്നെയാണ് ഇതിലുടനീളം നമുക്ക് കാണാൻ കഴിയുക. ജാതി താല്പര്യങ്ങൾ, സവർണ ജാതി താല്പര്യങ്ങൾ തന്നെയാണ് നമുക്കിതിൽ ഉടനീളം കാണാൻ കഴിയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പോലീസ് റിപ്പോർട്ടിൻ്റെ മുഖവിലക്കെടുക്കുകയല്ല വേണ്ടത്, നേരെ മറിച്ച് യാഥാർത്ഥ്യത്തിൽ നിന്നിട്ടാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ പോലീസ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് തെലങ്കാനയിലൊരു കോൺഗ്രസ് സർക്കാർ ഭരിക്കുമ്പോഴാണ്. ഇത്രയും ശ്രദ്ധിക്കപ്പെട്ടൊരു വിഷയത്തിൽ പോലീസ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കോടതിയിൽ സമർപ്പിക്കുന്നതിന് മുമ്പ് സർക്കാരിൻ്റെ ഉന്നത തലങ്ങളിലുള്ള ആൾക്കാർ അത് തീർച്ചയായിട്ടും അറിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അവരുടെ അറിവോടുകൂടി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. BJPയുടെ വർഗീയ നിലപാടുകളെക്കുറിച്ച്, ജനവിരുദ്ധ നിലപാടുകളെക്കുറിച്ചൊക്കെ തന്നെ ഘോരഘോരം പ്രസംഗിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ മറുവശത്ത് അവരുടെ ജാതി സഹോദരങ്ങളെ, സവർണ സഹോദരങ്ങളെ കാത്തുരക്ഷിക്കുന്ന പണിയിൽ ഏർപ്പെടുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഈ റിപ്പോർട്ട് സമർപ്പിച്ച ഉടനെ തന്നെ, വാർത്ത പുറത്ത് വന്ന ഉടനെ തന്നെ രോഹിത്തിൻ്റെ അമ്മയും അനുജനും അതുപോലെ തന്നെ മറ്റ് സഹപാഠികളും ജനാധിപത്യ വിശ്വാസികളും എല്ലാവരും തന്നെ ശക്തമായി പ്രതിഷേധിക്കുകയുണ്ടായി. അപ്പോൾ ആ പ്രതിഷേധം, ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായപ്പോൾ ഈ കാര്യം വീണ്ടും അന്വേഷിക്കാമെന്ന് തെലങ്കാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തെലങ്കാനയിൽ തീർന്നെങ്കിലും ബാക്കി എല്ലായിടത്തും തെരഞ്ഞെടുപ്പ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. രോഹിത്തിൻ്റെ കാര്യം പറഞ്ഞ് രാഹുൽ ഗാന്ധി ഇന്ത്യ മുഴുവൻ പ്രസംഗിച്ച് നടന്നതുമാണ്. അപ്പോൾ അവരുടെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടപ്പെടുമെന്നുള്ള തിരിച്ചറിവോടുകൂടി തന്നെയാണ് പെട്ടെന്ന് ഒരു പുതിയൊരു അന്വേഷണം പ്രഖ്യാപിച്ച് ആ വിഷയത്തെ മൂടി വയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് കാണുന്നത്? പ്രത്യക്ഷത്തിൽ കാണുന്ന അവരുടെ രാഷ്ട്രീയ ഭിന്നതകൾക്ക് അപ്പുറം നിൽക്കുന്ന ഒരു ജാതീയമായിട്ടുള്ള ഐക്യമാണ് അവിടെ കാണുന്നത്, സവർണ ഐക്യം. അപ്പോൾ വീണ്ടും നമ്മുടെ രാജ്യത്ത് ആധിപത്യമുള്ള ശക്തികൾ ആരാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണവർഗ രാഷ്ട്രീയത്തിൻ്റെ യഥാർത്ഥ അടിയൊഴുക്ക് എന്താണ് എന്നുകൂടി ഈ അനുഭവം വ്യക്തമാക്കി തരുന്നുണ്ട്.
ഇവിടെ ഒരു കാര്യം കൂടി പറയാം. ഈ സംഭവത്തിന് ശേഷം രോഹിത് വേമുലയുടെ മരണത്തിനിടയാക്കിയ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷിക്കാനായിട്ട് സർക്കാർ 2016 തെലങ്കാന സർക്കാർ 2016 ഒരു അന്വേഷണ കമ്മീഷനെ നിയമിക്കുകയുണ്ടായി, ഒരു ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ ആ അന്വേഷണ കമ്മീഷനിൽ അന്ന് പറഞ്ഞത് എന്താണെന്ന് കൂടി ശ്രദ്ധിക്കുക. രോഹിത്തും കൂട്ടുകാരും തങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ശിക്ഷാ നടപടികളെക്കുറിച്ച് അതിനെ ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ജസ്റ്റിസ് പറയുന്നത് എന്താണ്? ഈ വിഷയം ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ ശിക്ഷിച്ചു എന്നുള്ളത് ആത്മഹത്യക്കൊരു കാരണമാകാൻ വഴിയില്ല. കാരണം തങ്ങൾ അനുഭവിക്കുന്ന ശിക്ഷയെ, നേരിടേണ്ടി വരുന്ന ശിക്ഷയെ കോടതിയിൽ ചോദ്യം ചെയ്തിരിക്കുകയും അത് കോടതി പരിശോധിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ പിന്നെ അതൊരു കാരണമാകില്ല. അപ്പോൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ, എന്ത് തരത്തിലുള്ള സമ്മർദ്ദങ്ങളാണ് അയാൾ നേരിട്ടിട്ടുള്ളത് എന്നതിലേക്ക് കടക്കാതെ ഇങ്ങനെ ഔപചാരികമായിട്ടുള്ള യുക്തി വച്ചിട്ട് യഥാർത്ഥ കുറ്റവാളികളെ രക്ഷിക്കുന്ന ഒരു ഏർപ്പാട്, അതാണ് വീണ്ടും നമ്മളവിടെ ഈ അന്വേഷണ റിപ്പോർട്ട് എന്ന് പറയുന്ന കാര്യത്തിൽ കാണുന്നത്. ഇപ്പോഴത്തെ പോലീസ് റിപ്പോർട്ടിലും അതാണ് ആവർത്തിച്ചിരിക്കുന്നത്. അംബേദ്കറും മാവോയും, അംബേദ്കറിസ്റ്റ് പ്രസ്ഥാനവും മാവോയിസ്റ്റ് പ്രസ്ഥാനവും, ഇവ തമ്മിലുള്ള ബന്ധം, ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്നീ വിഷയങ്ങൾ കേരളത്തിൽ നീണ്ട കാലമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ്. ഈയിടെ മരിച്ച സഖാവ് KKS ദാസിനെ പോലുള്ളവർ 80കളുടെ ആരംഭകാലം മുതൽ തന്നെ ഈ വിഷയത്തിലേറെ പഠനങ്ങൾ നടത്തുകയും എഴുതുകയും ഒരു നിലപാടായിട്ട് തന്നെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സമീപകാലത്ത് അത് വീണ്ടും ഒരു ചർച്ച വന്നിട്ടുണ്ട്. ഫെബ്രുവരി 18 സഖാവ് വർഗീസിൻ്റെ അനുസ്മരണ യോഗത്തിൽ വെച്ച്, പൊറ്റമ്മൽ നടന്ന യോഗത്തിൽ വെച്ച് വാസുവേട്ടൻ ഈ വിഷയം വീണ്ടും ഉന്നയിക്കുകയുണ്ടായി. അങ്ങനെ ഒരു സംവാദം നടക്കേണ്ടത് ആവശ്യമുണ്ടെന്നുള്ള, അംബേദ്കറിസ്റ്റുകളും മാവോയിസ്റ്റുകളും തമ്മിൽ സംവാദത്തിൻ്റെ ആവശ്യമുണ്ടെന്നുള്ളത്. എനിക്ക് വാസുവേട്ടൻ എഡിറ്റ് ചെയ്ത് സമീപകാലത്ത് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ജാതി നിർമൂലനവും ഇന്ത്യയിലെ ജാതികളും എന്നുള്ള അംബേദ്കറിൻ്റെ കൃതി, അതിൻ്റെ പ്രകാശന ചടങ്ങ് വീണ്ടും അതിനൊരു അവസരമായിരുന്നു. അപ്പോൾ ഈ കൃതിയിൽ ഡോക്ടർ അംബേദ്കറിൻ്റെ ആ കൃതി മാത്രമല്ല, ഈ പുസ്തകത്തിൽ ആ കൃതി മാത്രമല്ല, മാവോസത്വത്തിൻ്റെ ചൈനീസ് സമൂഹത്തിലെ വർഗ്ഗങ്ങളുടെ വിശകലനവും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ കൃത്യമായിട്ടും ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വാസുവേട്ടൻ അത് ചെയ്തിരിക്കുന്നത്. ഇവ തമ്മിൽ പരസ്പര ബന്ധമുണ്ടെന്നും ഇത് പരസ്പരം ബന്ധിച്ച് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളൊരു നിലപാടാണ് അതിൻ്റെ പുറകിലുള്ളത്. വാസുവേട്ടൻ്റെ ആമുഖത്തിൽ അത് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ കൃതിയെ സംബന്ധിച്ചിടത്തോളം, ജാതി നശീകരണം എന്നുള്ള ഈ കൃതിയെ സംബന്ധിച്ചിടത്തോളം, ജാതിയെ പരിപൂർണമായി നശിപ്പിക്കണം എന്നുള്ള നിലപാടാണ് ഡോക്ടർ അംബേദ്കർ തറപ്പിച്ച് അതിൽ മുന്നോട്ട് വയ്ക്കുന്നത്. മിശ്രവിവാഹവും ഭോജനവും എല്ലാം അതിലേക്കുള്ള ചുവടുവെപ്പുകളാകാമെങ്കിൽ തന്നെയും അതിലൂടെ ജാതി ഇല്ലാതാകാൻ പോകുന്നില്ല എന്നാണ് ഡോക്ടർ അംബേദ്കർ ചൂണ്ടിക്കാട്ടിയത്. അതില്ലാതാകണമെങ്കിൽ ജാതിയേക്ക് ജന്മം നൽകിയ, അതിനെ പരിപോഷിക്കുന്ന, അതിനെ നിലനിർത്തുന്ന മൊത്തം ആശയ സംഹിതകളെയും ചിന്താഗതികളെയും, ബ്രാഹ്മണ്യത്തിൻ്റെതായിട്ടുള്ള വേദങ്ങളെയും സ്മൃതികളെയും ശ്രുതികളെയും എല്ലാം തന്നെ, ഇതിൻ്റെയൊക്കെ തന്നെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന മതത്തെ തന്നെ ഇല്ലാതാക്കണം. ആ ചിന്താലോകത്തിനെ, ആ വിശ്വാസങ്ങളെ ഇല്ലാതാക്കാതെ മിശ്രവിവാഹവും മിശ്രഭോജനം മുതലായിട്ടുള്ള നടപടികളിലൂടെ ജാതി ഇല്ലാതാവില്ല എന്നാണ് ഡോക്ടർ അംബേദ്കർ കൃതിയിലൂടെ വാദിച്ചത്. വേദങ്ങൾക്കും സ്മൃതികൾക്കും ഡൈനമൈറ്റ് വയ്ക്കണം എന്നാണ് അതിൽ പറഞ്ഞിരുന്നത്. അതിൻ്റെ മതത്തെ നശിപ്പിക്കണമെന്നത്. രാഷ്ട്രീയ സാമ്പത്തിക മാറ്റത്തിന് മുന്നോടിയായി സാമൂഹ്യവും മതപരവുമായ മാറ്റം നടക്കണം എന്നൊരു നിലപാടിൽ നിന്നുകൊണ്ടാണ് ഡോക്ടർ അംബേദ്കർ ഇത് ഉന്നയിച്ചിട്ടുള്ളത്.
അതിന് സ്ഥാപിക്കാനായിട്ട് ചരിത്രപരമായിട്ടുള്ള പല ഉദാഹരണങ്ങളും ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധേയമായ കാര്യം, ജാതിയുടെ വിഷയത്തിൽ പരിഷ്കരണം, ഒരർത്ഥത്തിലുള്ള പരിഷ്കരണത്തിനും ആയിട്ട് പൊരുത്തപ്പെടാൻ ഡോക്ടർ അംബേദ്കർ സന്നദ്ധമായിരുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അതിനെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചേ പറ്റൂ എന്നുള്ള കാര്യത്തിൽ തന്നെ യാതൊരു തർക്കവും ഉണ്ടായിരുന്നില്ല. അസ്പൃശ്യത റദ്ദാക്കുക, തൊട്ടുകൂടായ്മ റദ്ദാക്കുക എന്നതിലേക്ക് ഈ വിഷയത്തെ ചുരുക്കുന്ന ഗാന്ധിയൻ സമീപനത്തിൽ നിന്നുള്ള കർക്കശമായിട്ടുള്ള തെറ്റിപ്പിരികൾ തന്നെയാണ് ജാതി നശീകരണം എന്നുള്ള നിലപാട്. അത്തരത്തിലുള്ള പരിഷ്കരണപരമായ നിലപാടുകളെ മാത്രമല്ല, ഉപജാതികളെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് അവരെല്ലാം കൂടി ലയിച്ചൊരു ജാതിയായിട്ട് മാറുന്ന ഒരു പ്രക്രിയ ജാതി നശീകരണമായിട്ടൊക്കെ ചിത്രീകരിക്കുന്നതിന് ഡോക്ടർ അംബേദ്കർ വിമർശിക്കുന്നുണ്ട്. കേരളത്തിൽ അതിനെ സമുദായവൽക്കരണം എന്നുള്ള പേരിലാണ് അറിയുന്നത്. അതുകൊണ്ട് ജാതി ഇല്ലാതാകുന്നില്ല, ഉറപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാണ് അംബേദ്കർ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഒരർത്ഥത്തിലും ജാതിയെ പരിഷ്കരിക്കുകയല്ല വേണ്ടത്, അതിനെ മുച്ചൂടും നശിപ്പിക്കണം. അതിൻ്റെ ചിട്ടകളെ ലംഘിച്ചാൽ പോരാ, അതിന് ജന്മം നൽകി പരിപോഷിച്ച് നിലനിർത്തുന്ന വിശ്വാസ സംഹിതയെ നശിപ്പിക്കണം. ഇതാണ് കർക്കശമായിട്ടും ആ കൃതിയിൽ ഡോക്ടർ അംബേദ്കർ മുന്നോട്ട് വെച്ച ആശയം. അപ്പോൾ ഇതിൽ ഈ ജാതി നശീകരണം എന്നുള്ള ഈ കടമ, ഈ ആശയം മാവോയിസ്റ്റുകൾ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നുണ്ട്. അതൊരു പുതിയ സംഭവവികാസമല്ല. ജാതി വ്യവസ്ഥയെ ഇല്ലാതാക്കണം എന്നുള്ള നിലപാട് CPI-ML അതിൻ്റെ ആ പാർട്ടിയുടെ ആദ്യത്തെ കോൺഗ്രസ്സിൽ വെച്ച് 1970 പാർട്ടി കോൺഗ്രസ്സിൽ വെച്ച് അംഗീകരിച്ച പരിപാടിയിൽ തന്നെ വ്യക്തമാക്കിയൊരു കാര്യമാണ്. ജാതി വ്യവസ്ഥയെ ഇല്ലാതാക്കണം എന്നുള്ളത്. ദ കാസ്റ്റ് സിസ്റ്റം ഷുഡ് ബി അബോളിഷ്ഡ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ജാതി വ്യവസ്ഥയെ ഇല്ലാതാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിനെ താങ്ങി നിർത്തുന്ന ആശയ സംഹിതകളെയും മറ്റൊക്കെ തന്നെ ആക്രമിക്കുകയും ഖണ്ഡിക്കുകയും മറ്റും ചെയ്യേണ്ടത് അനിവാര്യമായിട്ട് വരുന്നൊരു കാര്യം തന്നെയാണ്, പരസ്പര ബന്ധിതമായൊരു കാര്യം തന്നെയാണ്. പക്ഷേ വിഷയം നമ്മൾ ചിന്തിക്കേണ്ടത്, അത്തരം ആ സമരം വേണ്ടത്ര രീതിയിൽ ML പ്രസ്ഥാനം, മാവോയിസ്റ്റ് പ്രസ്ഥാനം ചെയ്തിരുന്നില്ല. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് അത് ചെയ്യുന്നുണ്ട്, ഇനിയും ശക്തമായിട്ട് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബ്രാഹ്മണ്യത്തെ അതിൻ്റെ വേദങ്ങളെയും സ്മൃതികളെയും മറ്റൊക്കെ തന്നെ ഡൈനമൈറ്റ് വെച്ചാൽ, ഇല്ലാതാക്കിയാൽ ജാതി ഇല്ലാതാകും. അതിൻ്റെ ഉത്തരം നമ്മുടെ ചരിത്രം തന്നെ നമുക്ക് നൽകുന്നുണ്ട്. കാരണം ബ്രാഹ്മണ്യത്തിന് ഡൈനമൈറ്റ് വെച്ചേക്കണത് അനുഭവങ്ങൾ, അവസരങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ചരിത്രത്തിൽ. ബുദ്ധനായാലും കൊള്ളാം, ബസവനായാലും കൊള്ളാം, നാനാക്കായാലും കൊള്ളാം, അങ്ങനെ നിരവധി ആൾക്കാർ ബ്രാഹ്മണ്യത്തിന് ഡൈനമൈറ്റ് വെച്ചിട്ടുണ്ട്. കേരളത്തിൽ വരികയാണെങ്കിൽ സഹോദരൻ അയ്യപ്പൻ, നാരായണ ഗുരു, അങ്ങനെ ഉൾപ്പെടെയുള്ള ധാരാളം ആൾക്കാർ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ജാതി പിന്നെയും നിലനിൽക്കുന്നത്? ഇതിലാദ്യം പറഞ്ഞ 3 കൂട്ടരെ സംബന്ധിച്ചിടത്തോളം, ബുദ്ധൻ്റെയും നാനാക്കിൻ്റെയും ബസവൻ്റെയും കാര്യത്തിൽ അവർ ബ്രാഹ്മണ്യത്തിനെ ശക്തമായിട്ട് ആശയതലത്തിൽ ആക്രമിക്കുക മാത്രമല്ല, അതിന് ബദലായിട്ടൊരു ആശയ സംഹിതകൾ മുന്നോട്ട് വയ്ക്കുകയും, അത് മതമായാലും കൊള്ളാം, വിശ്വാസമായാലും കൊള്ളാം, ആശയ സംഹിതകൾ മുന്നോട്ട് വയ്ക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ സമൂഹങ്ങളെ, പുതിയ സംഘങ്ങളെ രൂപീകരിക്കുകയും സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ടായി. പക്ഷേ അധികം കഴിയാതെ ഈ സമൂഹങ്ങളും സംഘങ്ങൾക്കുള്ളിലും ബ്രാഹ്മണ്യം വീണ്ടും നുഴഞ്ഞു കയറി ആധിപത്യം സ്ഥാപിച്ചു. വീണ്ടും അവയ്ക്കുള്ളിൽ തന്നെ ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ സൃഷ്ടിച്ചു. ഈ പൊതുജാതി വ്യവസ്ഥയുടെ ഭാഗമായിട്ട് അതിനെ ഉൾക്കൊള്ളിക്കുകയും ചെയ്തു. അപ്പോൾ ഈ അനുഭവം ആവർത്തിച്ച് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചിന്തിക്കാതെ, അതിനൊരു ഉത്തരം കണ്ടെത്താതെ, ബ്രാഹ്മണ്യത്തിന് ഡൈനമൈറ്റ് വെക്കണം, അതാണ് പരിഹാരം എന്ന നിലയ്ക്ക് മാത്രം നമുക്ക് കാണാൻ കഴിയില്ല. നമ്മുടെ ചരിത്രപരമായ അനുഭവം അത് പോരാ എന്നാണ് കാണിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് മനസ്സിലാക്കണമെങ്കിൽ
അതിനെ വർഗപരമായിട്ട് തന്നെ നമ്മൾ വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ രൂപം കൊണ്ട ജാതിവിരുദ്ധ പ്രസ്ഥാനങ്ങളുടെ ചരിത്രം പരിശോധിച്ച് സ്വഭാവം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ചില നിശ്ചിത ജാതികളാണ് എന്നും അതിൻ്റെ സാമൂഹിക അടിത്തറയായിട്ട് വന്നിട്ടുള്ളത്. അതാത് കാലഘട്ടത്തിലെ മർദ്ദിത ജാതികളായിട്ടുള്ളവരിൽ തന്നെയുള്ള ചില ജാതികളാണ് പ്രധാനമായിട്ട് അതിനെ ആ പ്രസ്ഥാനങ്ങൾക്ക് ശക്തി പകർന്ന് ചലിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയത്. ഓരോ കാലഘട്ടത്തിൽ ഓരോ പ്രസ്ഥാനങ്ങൾക്ക് അതിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം. പക്ഷെ പൊതുവായിട്ടുള്ള സംഭവം ആധിപത്യത്തിലുള്ള ജാതികളിൽ നിന്നിട്ടല്ല, അവശത അനുഭവിക്കുന്ന ഏതെങ്കിലും തരത്തിൽ അവശത അനുഭവിക്കുന്ന മർദ്ദിതരായിട്ടുള്ള ജാതികളിൽ നിന്നുള്ള അതാണ് അതിൻ്റെ സാമൂഹിക അടിത്തറയായിട്ടുള്ളത്. അതിൽ തന്നെ ഒരു വരേണ്യ വിഭാഗമാണ് അതിന് നേതൃത്വം കൊടുത്തത് സ്വാഭാവികമായിട്ട്. പക്ഷേ ഈ വരേണ്യ വിഭാഗം ഈ പ്രസ്ഥാനങ്ങളിലൂടെ അതിൻ്റെ നില ഉറപ്പിക്കുന്നതോടുകൂടി അധികാരത്തിൽ പങ്കാളിയാവുകയോ തങ്ങളുടേതായിട്ടുള്ള അധികാരം സ്ഥാപിക്കുകയോ ചെയ്യുന്നതോടുകൂടി ഈ പ്രസ്ഥാനങ്ങളുടെ സ്വഭാവം മാറാൻ തുടങ്ങുന്നു. കാരണം ആ വിഭാഗങ്ങൾ പിന്നീട് ബ്രാഹ്മണ്യ ആശയങ്ങളെയും ജാതിയെയും സ്വീകരിക്കാൻ തുടങ്ങുന്നു. അധികാരത്തെ സംബന്ധിച്ചിടത്തോളം, ചൂഷക അധികാരത്തെ സംബന്ധിച്ചിടത്തോളം, മർദ്ദക ഭരണത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുയോജ്യമായൊരു ഉപാധി തന്നെയാണ് ജാതി. ജനങ്ങളെ മർദ്ദിതരെ ഭിന്നിപ്പിച്ച് നിർത്താനായിട്ടും അവരെ നിയന്ത്രിക്കാനുമായിട്ട് അവർക്ക് ഏറെ ഉപകാരപ്രദമായ ഒന്നാണ് ജാതി. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രസ്ഥാനങ്ങളിലൂടെ ജാതി വിരുദ്ധമായ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് വന്ന പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന വരേണ്യ വിഭാഗങ്ങൾ അവരുടെ നില ഉറപ്പിക്കുന്നതോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുമില്ലെങ്കിൽ നിലനിൽക്കുന്ന അധികാരത്തിൽ പങ്കാളിയാവുകയോ അല്ലെങ്കിൽ സ്വന്തം അധികാരം സ്ഥാപിക്കുകയോ ചെയ്യുന്നതോടുകൂടി അവർ വീണ്ടും ബ്രാഹ്മണ്യ ആശയങ്ങളെ സ്വീകരിക്കാനും ജാതിയെ സ്വീകരിക്കാനുമായിട്ട് സന്നദ്ധമാകും. ഈ ഉപഭൂഖണ്ഡത്തിലേക്ക് കടന്നു വന്ന ശക്തികളുടെ കാര്യത്തിൽ നമുക്കിത് കാണാൻ കഴിയും. ഉദാഹരണത്തിന് ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള രാജാക്കന്മാർ. ഇസ്ലാം മതത്തിൽ ജാതിയില്ല, അതിനൊരു സ്ഥാനവുമില്ല. അതിൽ സാഹോദര്യമാണ് അതിൻ്റെ ഒരു സവിശേഷത. പക്ഷേ ആ മതത്തിൽ വിശ്വാസികളായിട്ടുള്ള രാജാക്കന്മാർ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ, ഇവിടെ അവരുടെ അധികാരം സ്ഥാപിച്ചപ്പോൾ, ഇവിടെയുള്ള ശക്തികളെ പരാജയപ്പെടുത്തി അവരുടെ അധികാരം സ്ഥാപിച്ചപ്പോൾ ആ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ ഇവിടെ നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥയെ ഇല്ലാതാക്കാനല്ല അവർ ശ്രമിച്ചത്. നേരെ മറിച്ച് അതുമായിട്ട് പൊരുത്തപ്പെടാനും മാത്രമല്ല മതപരിവർത്തനത്തിലൂടെ മുസ്ലിങ്ങളായി മാറിയ വിഭാഗങ്ങൾ പല പല ജാതികളിൽ നിന്ന് മാറിയ ആൾക്കാരുണ്ട്. മതപരമായ ജാതീയമായിട്ടുള്ള ആധിപത്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാറിയ ആൾക്കാരുണ്ട്, നിർബന്ധിതമായിട്ട് മാറിയ ആൾക്കാരുണ്ട്. എങ്ങനെയായാലും ശരി, അങ്ങനെ മതം മാറി വന്നവർക്കിടയിൽ ഈ പറയുന്ന ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ ഉയർന്നു വന്നു. അതിനെതിരായിട്ട് ഈ പറയുന്ന രാജാക്കന്മാർ, മുസ്ലിം മതവിശ്വാസികളായിട്ട് രാജാക്കന്മാരാരും നിലപാടെടുത്തിട്ട് നമ്മുടെ ചരിത്രത്തിൽ അറിയില്ല, എവിടെയും കേട്ടിട്ടില്ല നമ്മൾ. നേരെ മറിച്ച് അവരുടെ അധികാരത്തിൽ പഴയ സവർണ ജാതികളുടെ തലപ്പത്തിലുണ്ടായിരുന്ന ബ്രാഹ്മണരും ക്ഷത്രിയരൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത് അവരുടെ അധികാരത്തിന് നടത്തിപ്പുകാരായിട്ട്. കാരണം വീണ്ടും ഈ ജാതിയും മറ്റുമൊക്കെ തന്നെ അവർക്ക് ഉപകാരപ്രദമാണ്. ചൂഷക ഭരണത്തിന് അധികാരത്തിന് ഉപകാരപ്രദമാണ്. അതുകൊണ്ട് തന്നെയാണത് സംഭവിക്കുന്നത്. ജാതിയും വർഗവും ഇഴചേർന്നാണ് നിലനിൽക്കുന്നതെങ്കിലും അവ ഒന്നല്ല. വർഗത്തിനുള്ളിൽ ജാതീയമായ വേർതിരിവുകൾ ഉള്ളതുപോലെ തന്നെ ജാതിയിൽ വർഗപരമായ വേർതിരിവുകളും ഉണ്ട്. ആ വേർതിരിവുകൾ തന്നെയാണ് ബ്രാഹ്മണ്യത്തിൻ്റെ ആവർത്തിച്ചിട്ടുള്ള മടങ്ങി വരവിന് കളമൊരുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ അനുഭവങ്ങളെ വിശകലനം ചെയ്യണമെങ്കിൽ അതൊരു വർഗ നിലപാടിൽ നിന്നിട്ടേ കഴിയുള്ളൂ എന്നുള്ളത്. അത് സ്വാഭാവികമായിട്ടും ഉന്നയിക്കുന്ന മറ്റൊരു പ്രശ്നമുണ്ട്. ഇന്നത്തെ കാലത്ത് സമകാലീനമായിട്ടുള്ള ജാതി നശീകരണ സമരത്തിൽ, ബ്രാഹ്മണ്യ വിരുദ്ധ പോരാട്ടത്തിൽ ഏത് വർഗ നിലപാടിനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? ഏത് വർഗ നിലപാടിൽ നിന്നിട്ടാണ് അത് ചെയ്യാൻ കഴിയുക? തൊഴിലാളി വർഗ നിലപാടിൽ നിന്നിട്ടേ അത് കഴിയുള്ളൂ എന്നാണ് മാവോയിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത്. അതിനവർ കാരണം പറയുന്നത് വ്യക്തമാണ്. കാരണം മുഴുവൻ മാനവരാശിയുടെയും മോചനത്തിലൂടെ മാത്രം മോചനം സാധ്യമാകുന്ന
ഒരു വർഗമാണ് തൊഴിലാളി വർഗം. മാർക്സ് പറഞ്ഞതുപോലെ എല്ലാ വർഗവ്യത്യാസങ്ങളും അവയ്ക്ക് ആധാരമായ എല്ലാ ഉൽപ്പാദന ബന്ധങ്ങളും അവയോട് പൊരുത്തപ്പെടുന്ന എല്ലാ സാമൂഹ്യ ബന്ധങ്ങളും ഇല്ലാതാക്കുന്നതും ആ സാമൂഹ്യ ബന്ധങ്ങളോട് ബന്ധപ്പെട്ട എല്ലാ ആശയങ്ങളെയും മൗലികമായി മാറ്റി തീർക്കുന്നതുമാകണം തൊഴിലാളി വർഗ വിപ്ലവം. അപ്പോൾ ഇത്തരത്തിലൊരു സമഗ്ര കാഴ്ചപ്പാട് മർദ്ദനത്തിൻ്റെയും ചൂഷണത്തിൻ്റെയും എല്ലാ രൂപങ്ങളെയും നേരിടുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്നൊരു നിലപാട് ഉള്ളൊരു വർഗമാണ് തൊഴിലാളി വർഗം എന്ന് പറയുന്നത്. അതിൻ്റെ ആശയശാസ്ത്രത്തിൻ്റെ സവിശേഷത ഏതാണ്? അപ്പോൾ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇതെങ്ങനെ കഴിയും? അവിടെ അംബേദ്കർ തൻ്റെ കൃതിയിൽ ഉന്നയിക്കുന്നൊരു ചോദ്യമുണ്ട്. ജാതീയമായി ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത രീതിയിൽ വേർതിരിഞ്ഞ് നിൽക്കുന്ന ഇന്ത്യയിൽ അധ്വാനിക്കുന്ന വർഗം അതിന് തയ്യാറാകുമോ? അതായത് ഇത്തരത്തിലൊരു വിപ്ലവം നടത്താൻ തയ്യാറാകുമോ? അപ്പോൾ ഇത് തീർച്ചയായിട്ടും പ്രസക്തമായൊരു ചോദ്യം തന്നെയാണ്. പ്രത്യേകിച്ചും ചൈനീസ് സമൂഹങ്ങളുടെ വർഗങ്ങളുടെ വിശകലനം എന്നുള്ള കൃതിയിൽ മാവോ ചൂണ്ടിക്കാണിക്കുന്നൊരു കാര്യമുണ്ട്. വിവിധ വർഗങ്ങളുടെ സാമ്പത്തിക പദവി മാത്രമല്ല, വിപ്ലവത്തോട് അവ ഓരോന്നിനുമുള്ള മനോഭാവവും നമ്മൾ കണക്കിലെടുക്കണം. അതാണ് വർഗവിശകലനം എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ ദരിദ്ര കർഷകർ, ഭൂരഹിത കർഷകർ, തൊഴിലാളികൾ, ഇടത്തരം കർഷകർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വർഗ്ഗവേർതിരിവുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അവരുടെ സാമ്പത്തിക നിലനിൽപ്പ്, അവർ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടോ, അവർ മറ്റാരെങ്കിലും ചൂഷണം ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും ഇത്തരം കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരാ. ഒരു നിർദ്ദിഷ്ട സമൂഹത്തിൽ ഈ വർഗങ്ങൾ സാമൂഹ്യ മാറ്റത്തോട്, വിപ്ലവകരമായ മാറ്റത്തോടുള്ള അവരുടെ മനോഭാവം എന്താണ്, അതുകൂടി മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ആ വർഗവിശകലനം അർത്ഥവത്താവുള്ളൂ. കാരണം വർഗവിശകലനം നടത്തുന്നത് ഒരു അക്കാഡമിക് പ്രക്രിയയല്ല, ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടല്ല. നേരെ മറിച്ച് അതിൻ്റെ വെളിച്ചത്തിലാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ അടവും തന്ത്രവും കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത്. അപ്പോൾ അങ്ങനെ അർത്ഥവത്തായ രീതിയിലൊരു വർഗവിശകലനം നടത്തണമെങ്കിൽ, വിപ്ലവകരമായ പ്രയോഗത്തിന് വെളിച്ചം വീശുന്ന തരത്തിൽ അത് നടത്തണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും കാണേണ്ടതുണ്ട്. അതിൻ്റെ സാമ്പത്തിക പദവിയും വിപ്ലവത്തോടുള്ള അവരുടെ മനോഭാവം. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഡോക്ടർ അംബേദ്കർ ഉന്നയിച്ച ചോദ്യം, ഇങ്ങനെ വിഭജിച്ച് നിൽക്കുന്ന, വേർതിരിഞ്ഞ് നിൽക്കുന്ന ഇന്ത്യയിലെ അധ്വാനിക്കുന്ന വർഗം നേരത്തെ സൂചിപ്പിച്ച പോലൊരു വിപ്ലവത്തിന് തയ്യാറാകുമോ? എന്താണ് അവരുടെ മനോഭാവം? അത്തരൊരു വിപ്ലവത്തോടുള്ള അവരുടെ മനോഭാവം എന്തായിരിക്കും? കാരണം തൊഴിൽ വിഭജനം മാത്രമല്ല, തൊഴിലാളികളുടെ വിഭജനം കൂടിയാണ് ജാതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ തൊഴിലാളികളുടെ വിഭജനവും മാത്രമല്ല, അത് ശ്രേണീബദ്ധമായൊരു വിഭജനമാണ്. അതായത് ഒന്നിനു മേലെ ഒന്നായിട്ട് അടരുകളായിട്ടാണ് ജാതി വ്യവസ്ഥയുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യാഘാതം? ഒരു പണിസ്ഥലത്ത്, ഫാക്ടറിയിൽ ചൂഷണത്തിനും അന്യവൽക്കരണത്തിനും വിധേയരാകുന്ന സവർണ തൊഴിലാളികൾ ആ തൊഴിൽ സ്ഥാപനത്തിലും സ്വദേശത്തും ജാതീയമായ മേൽക്കോയ്മയുടെ ആനുകൂല്യങ്ങൾ അനുഭവിക്കുന്നവരാണ്. തൊഴിലാളികളെന്ന നിലയ്ക്ക് മറ്റെല്ലാ തൊഴിലാളികളെയും പോലെ അവരും ചൂഷണം അനുഭവിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഫലമായിട്ടുള്ള അന്യവൽക്കരണവും അവർ അനുഭവിക്കുന്നുണ്ട്. സമാനമാണ്. പക്ഷേ സവർണ പശ്ചാത്തലമുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആനുകൂല്യം കുറച്ചൊക്കെ ആ തൊഴിൽ സ്ഥലത്തും നിശ്ചയമായിട്ടും അവരുടെ സ്വദേശത്തും അവർക്ക് ലഭിക്കുന്നുണ്ട്. എന്ന് പറയുമ്പോൾ ഒരു ആധിപത്യ ബന്ധത്തിൻ്റെ, ഒട്ടുമൊത്തത്തിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ആധിപത്യ ബന്ധത്തിൻ്റെ, അധികാര ബന്ധത്തിൻ്റെ ആനുകൂല്യങ്ങളാണ് അവരവിടെ പറ്റുന്നത്. അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞ് ജാതിബോധം കൈയൊഴിഞ്ഞ് മർദ്ദിത ജാതികൾക്കൊപ്പം നിലയെടുക്കാതെ അവർക്ക് എങ്ങനെയാണ് മാർക്സ് വിഭാവനം ചെയ്തതുപോലെയുള്ള സമൂലമായ വിപ്ലവത്തിന് നേതൃത്വം നൽകുന്നതിൽ പങ്കാളികളാകാൻ കഴിയുക? അല്ലെങ്കിൽ മാർക്സ് പറഞ്ഞതുപോലെ സ്വയം തിരിച്ചറിഞ്ഞ തങ്ങളുടെ ചരിത്രപരമായ ദൗത്യം സ്വയം തിരിച്ചറിഞ്ഞൊരു വർഗമായിട്ട് എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തിൽ, ജാതി ജടിലമായി വിഭജിതമായൊരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തിലെ തൊഴിലാളി വർഗത്തിന് കഴിയുക? അഥവാ
ജാതി നശീകരണ കടമ ഏറ്റെടുക്കാതെ മൗലികമായ വർഗസമരം, തൊഴിലാളി വർഗ നേതൃത്വത്തിലുള്ള വിപ്ലവം ഇവിടെ അസാധ്യമാണ് എന്നാണ് ഇന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കോണിൽ നിന്നിട്ടാണ് മാവോയിസ്റ്റുകൾ ഈ വിഷയത്തെ കാണുന്നത്. ഡോക്ടർ അംബേദ്കറിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മാർക്സിസം മാവോയിസത്തിൻ്റെ വർഗ നിലപാടും വർഗ വിശകലന രീതികളും സ്വായത്തമാക്കിക്കൊണ്ട് പ്രയോഗത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ഈ വിഷയത്തിനെ അവർ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ജാതി വിപ്ലവം നടക്കുന്നതോടുകൂടി ജാതി പ്രശ്നവും തീരും എന്ന് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാദിച്ചിരുന്നൊരു കാലത്താണ് ഡോക്ടർ അംബേദ്കർ ഈ കൃതി എഴുതുന്നത്. സാമൂഹികവും മതപരമായ മാറ്റമാണ് ആദ്യം വേണ്ടതെന്ന് വാദിക്കുകയും ചെയ്തത്. അന്നത്തെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ തിരുത്തൽവാദ പാർട്ടികളൊക്കെ തന്നെ നീണ്ട കാലമായിട്ട് ഉയർത്തിപ്പിടിച്ചിരുന്ന കാഴ്ചപ്പാടാണത്. ഇതെല്ലാം അവസാനം വിപ്ലവത്തിലൂടെ തീരും, അതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ശ്രമവും നടത്തേണ്ടതില്ല, മറിച്ച് വർഗപരമായി സംഘടിക്കുക, വർഗപരമായ പോരാട്ടത്തിൽ ഏർപ്പെടുക, അത് മാത്രം മതി എന്ന് പറഞ്ഞാൽ വർഗ പോരാട്ടമാകട്ടെ മാർക്സ് പറഞ്ഞതുപോലെ മൗലികമായ എല്ലാവിധത്തിലുമുള്ള ആധിപത്യ ചൂഷണ ബന്ധങ്ങൾ ഇല്ലാതാക്കുന്നൊന്നും ആയിരുന്നില്ല. അത് പലപ്പോഴും സാമ്പത്തിക സമരവാദത്തിൻ്റെ ഇടുങ്ങിയ വൃത്തത്തിൽ ഒതുങ്ങി നിൽക്കുന്നതുമായിരുന്നു. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇവരുടെ ഈ ഏകപക്ഷീയതയെ മറികടക്കാനായിട്ട് ഡോക്ടർ അംബേദ്കർ ഈ വിഷയം ഉന്നയിച്ചത്. പക്ഷെ വാസ്തവത്തിൽ ചരിത്രത്തിൽ അങ്ങനെയല്ല, ആദ്യം ഒന്ന് പിന്നെ മറ്റൊന്ന് എന്ന രീതിയിലല്ല നടന്നിട്ടുള്ളത്. ഡോക്ടർ അംബേദ്കർ ചൂണ്ടിക്കാണിക്കുന്ന ഉദാഹരണങ്ങൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ലൂഥറിൻ്റെ മതപരിവർത്തന പ്രസ്ഥാനമായാലും റിഫർമേഷൻ ആയാലും കൊള്ളാം, മറ്റുള്ള ഓരോന്നും സംഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ രാഷ്ട്രീയവും മതവും സാമൂഹ്യ മാറ്റവും എല്ലാം പരസ്പര ബന്ധിതമായിട്ട് തന്നെയാണ് നടക്കുന്നത്. ലൂഥറിൻ്റെ മതപരിഷ്കരണ ബോധനങ്ങൾ മറ്റൊക്കെ നിലനിൽക്കുന്ന കാലത്ത് തന്നെയാണ് തോമസ് മുൻസറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ശക്തമായ സായുധ കാർഷിക കലാപം ജർമ്മനിയിൽ നടക്കുന്നത്. അത് ലോകത്ത് എവിടെ നോക്കിയാലും നമുക്കിത് പരസ്പര ബന്ധിതമായിട്ട് നടന്നതായിട്ടേ കാണാൻ കഴിയുള്ളൂ. അതിൽ ചില വ്യക്തികൾ ചിലതിലായിരിക്കും ഊന്നിയിട്ടുണ്ടാവും, മറ്റവർ മറ്റു കാര്യങ്ങളായിരിക്കും ഊന്നിയിട്ടുണ്ടാവും. അപ്പോൾ പരസ്പര ബന്ധിതമായിട്ട് തന്നെയാണ് സമൂഹത്തിൽ നടന്നിട്ടുള്ളത്. അങ്ങനെ അല്ലാതെ വഴിയില്ല, കാരണം ഇതെല്ലാം പരസ്പര ബന്ധിതമായ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക മാറ്റങ്ങൾ എപ്പോഴും പരസ്പര ബന്ധിതമായിട്ടാണ്, ആശയലോകത്തും ഭൗതിക ലോകത്തിലും പരസ്പര ബന്ധിതമായിട്ടാണ് നടന്നിട്ടുള്ളത്. ഇനിയും അതങ്ങനെ തന്നെയായിരിക്കും നടക്കുക. മാത്രമല്ല നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ബ്രാഹ്മണ്യവും മുതലാളിത്തവുമാണ് തൊഴിലാളികളുടെ ഇരട്ട ശത്രുക്കൾ എന്ന് ഡോക്ടർ അംബേദ്കർ പഠിപ്പിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ പറയുന്ന ആദ്യം സാമൂഹിക മതപരമായ മാറ്റം, പിന്നെ രാഷ്ട്രീയവും സാമ്പത്തികമായ മാറ്റം എന്നുള്ള കോണിൽ നിന്നിട്ട് അതിൽ കടിച്ചു നിൽക്കുകയാണെങ്കിൽ ഇതെങ്ങനെ നമ്മൾ മനസ്സിലാക്കും? ഈ ബ്രാഹ്മണ്യവും മുതലാളിത്തവുമാണ് ഇരട്ട ശത്രുക്കൾ എന്നുള്ളത്. ആദ്യം ബ്രാഹ്മണ്യം എന്നുള്ള ശത്രുവിനെ നേരിടുക, മുതലാളിത്തം അവിടെ നിൽക്കട്ടെ, പിന്നീട് മുതലാളിത്തത്തെ നേരിടുക എന്നുള്ള അർത്ഥത്തിലാണോ ഡോക്ടർ അംബേദ്കർ അത് പറഞ്ഞത്? ആയിരിക്കില്ല. ഈ രണ്ട് ശത്രുക്കളെ നേരിടുക എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പരസ്പര ബന്ധിതമായിട്ട് നേരിടണം തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഒരു ഏകപക്ഷീയതയെ പൊളിച്ചു കാട്ടാനായിട്ട് അതിനെ എതിർക്കാൻ വേണ്ടി ഖണ്ഡിതമായ മറ്റൊരു നിലപാട് വെച്ചു എന്നതിനപ്പുറം അന്ന് ആ പറഞ്ഞ ഈ കൃതിയിൽ പറയുന്ന കാര്യത്തെ അതേപടി നമ്മൾ ഇന്ന് സ്വീകരിക്കുന്നത് തെറ്റായിരിക്കുന്നത് തന്നെയാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാറുള്ളത്. മറിച്ച് ഇവയെ പരസ്പര ബന്ധിതമായിട്ട് തന്നെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഡോക്ടർ അംബേദ്കറിൻ്റെ ആ ഊന്നൽ, അതായത് ബ്രാഹ്മണ്യത്തിൻ്റെ ആശയലോകത്തെ, അതിൻ്റെ സിദ്ധാന്തങ്ങളെ, വേദങ്ങളെ, സ്മൃതികളെ, അതിൻ്റെ ദർശനത്തിന്, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ശക്തമായി ആക്രമിക്കേണ്ടതുണ്ട്, തുറന്നു കാട്ടേണ്ടതുണ്ട്, നിരന്തരമായത് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള കാര്യം വളരെയേറെ പ്രസക്തമായ കാര്യമാണ്. ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിക്കേണ്ട CPI-MLൻ്റെ 1970 പരിപാടിയിൽ ജാതി വ്യവസ്ഥ ഇല്ലാതാക്കണം എന്നുള്ള ഖണ്ഡിതമായ നിലപാടത് മുന്നോട്ട് വച്ചിരുന്നു. പക്ഷേ ഈ ഒരു കടമ ആശയതലത്തിൽ ഇതിനെയെല്ലാം തന്നെ ചോദ്യം ചെയ്ത് തുറന്നു കാട്ടുന്നൊരു കടമ ഒരു പ്രധാന കടമയായിട്ടത് ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്. അത് നടത്തിയ പല സാംസ്കാരിക, അതിൻ്റെ ഭാഗമായിട്ട് നടന്നിരിക്കുന്ന നക്സൽബാരിക്ക് ശേഷം നടന്നിരിക്കുന്ന പുതിയ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ പലതരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളിലും മറ്റു രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇത് കൈകാര്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരു കേന്ദ്രീകരിച്ച് ചെയ്യേണ്ട, ഒരു പ്രധാന കടമയായിട്ട് ഏറ്റെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ള നിലയ്ക്ക് അത്
വേണ്ടത്ര പരിഗണന ലഭിച്ചിരുന്നില്ല എന്നുള്ളത് ശരിയാണ്. അത് ഒരു പക്ഷേ പിന്നീടത് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടത് പല രീതിയിലും അത് ശക്തമായ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഡോക്ടർ അംബേദ്കർ പറഞ്ഞ കാര്യത്തിൻ്റെ ആ ഊന്നലിൻ്റെ പ്രസക്തി അല്ല ഞാൻ നിഷേധിക്കുന്നത്. അത് തീർച്ചയായിട്ടും ശരി തന്നെയാണത്. പക്ഷേ ഈ ഏകപക്ഷീയമായിട്ട് ആദ്യം ഇത് പിന്നെ മറ്റൊന്ന രീതിയിലല്ല നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്, ഉൾക്കൊള്ളേണ്ടത്. മറിച്ച് ഈ ഇരട്ട ശത്രുക്കളെ നേരിടുക എന്നുള്ള ആ രീതിയിൽ തന്നെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടതെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയാണ് വിഷയങ്ങൾ പറയാനുള്ളത്. നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.